പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 18 മിനിറ്റായി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കാൻ ED. CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ വിനിയോഗിച്ചത് എങ്ങനെയെന്ന് വ്യക്തത വരുത്തും. ആ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകിട്ടും. CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഹാജരാകാനാണ് ശരൺ എസ് കർത്തയ്ക്ക് EDയുടെ സമൻസ്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. അപ്പോൾ വെള്ളിയാഴ്ചത്തേക്ക് സമൻസ് അയച്ചിരിക്കുന്നു. അതിനു മുമ്പ് വീണ ടി കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതിയിലേക്ക് പോയേക്കാം. ചോദ്യം ചെയ്യലിന് മുൻപായി പല ഘട്ടങ്ങളിലായിട്ടുള്ള ചോദ്യം ചെയ്യലാണെന്ന് അറിയുന്നു. വീണ ടി ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയാൽ EDക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടാൽ ഈ 2.78 കോടി രൂപയുടെയും സ്വത്തുക്കൾ, പലയിടങ്ങളിലുള്ള സ്വത്തുക്കൾ വേണമെങ്കിൽ കണ്ടുകിട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. നിർണായക നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്? അടുത്ത നടപടികൾ ഉണ്ടാവുമോ ശരൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സൂചനയും EDയിൽ നിന്ന് ലഭിക്കുന്നില്ല. മറ്റന്നാളാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ വീണയുടെ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. വീണ ഈ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായി കൊച്ചി ഓഫീസിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഒരു വിശദമായ ചോദ്യാവലിയാണ് വീണയുടെ ചോദ്യം ചെയ്യലിനായി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വീണയും CMRL തമ്മിൽ നടന്നിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള 2.78 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളാണ്. അത് യാതൊരുവിധ സേവനവും നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പണം, ഈ അത്തരത്തിൽ കൈപ്പറ്റിയ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. ഈ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഈ CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് ED ഉള്ളത്. നമുക്കറിയാം, നേരത്തെ 2024 ഈ ECR രജിസ്റ്റർ ചെയ്യുന്നത്. ECR രജിസ്റ്റർ ചെയ്യുന്ന പിന്നാലെ ഒരു മാരത്തൺ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അന്ന് CMRL ഉദ്യോഗസ്ഥരെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മാരത്തൺ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അതിന് പിന്നാലെയാണ് CMRL ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിനിടയിൽ ലഭിച്ച മൊഴികളുണ്ട്. അത് വീണയ്ക്ക് കുരുക്കായ മൊഴികളാണ്. അതായത് CMRL ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്, IT ഹെഡ് അടക്കം പറഞ്ഞിരിക്കുന്നത് വീണ യാതൊരുവിധ സേവനവും നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അത് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ഇതോടൊപ്പം തന്നെ ഈ CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യലും പ്രധാനപ്പെട്ടതാണ്. അത് നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ചയാണ്. അതായത് വീണയ്ക്ക് പുറമെ മറ്റ് 8 പേർക്ക് കൂടി സമൻസ് അയച്ചിട്ടുണ്ട്. CMRL MD ആയ ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്ത, ഭാര്യ, ഒപ്പം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരൺ എസ് കർത്തയുടെ ചോദ്യം ചെയ്യൽ അത് തിങ്കളാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ED പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SFIO കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 അനുബന്ധ രേഖകൾ കൈമാറണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് 10 ദിവസത്തിനുള്ളിൽ കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരുന്നത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിട്ടുണ്ട്. അതായത് ഈ രേഖകൾ വേഗത്തിൽ വേണം, ഈ ചോദ്യം ചെയ്യലിന് മുമ്പ് തന്നെ രേഖകൾ വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട SFIOയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾ ഇങ്ങനെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് EDക്ക് ചില നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയെന്ന് ED അവകാശപ്പെടുന്നു. അതൊക്കെ കോടതിയിലാണ് അതിൻ്റെ സാധ്യത, അതിൻ്റെ സാധുതയൊക്കെ തെളിയിക്കപ്പെടേണ്ടത്. കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുകയെന്ന്. വീണ ടി ഹൈക്കോടതിയിലേക്ക് പോകുമോ? അങ്ങനെ പോയാൽ വീണ ടിക്ക് അനുമതി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം CMRL കേസിൽ EDക്ക് അന്വേഷണമാകാം എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ച്. പക്ഷേ എക്സാലോജിക്ക് കേസ് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസാണ്. എക്സാലോജിക്കിന് വേണമെങ്കിൽ പോകാം. എക്സാലോജിക്ക് തങ്ങളെ ED റെയ്ഡ് ചെയ്യരുത് എന്നത്, അല്ലെങ്കിൽ ED സമൻസ് അയച്ചത് ശരിയല്ല എന്ന് വേണമെങ്കിൽ കോടതിയിൽ പറയാം. പക്ഷേ നിലവിൽ നമ്മൾ സമാനമായൊരു ED സമൻസിന്റെ കാര്യത്തിൽ കോടതിയിൽ പോയി പ്രതിരോധിച്ചിട്ടുണ്ട്. അത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തോമസ് ഐസക്കാണ്. അപ്പോൾ ആ കാര്യത്തിൽ EDക്കൊപ്പം ആയിരുന്നില്ല കോടതി നിന്നത്. പകരം കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കൂ, അത് ചോദ്യങ്ങൾക്കൊന്നും EDക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കേസിൽ നിന്ന് വ്യത്യസ്തമാണ് വീണ ടിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ പാർട്ടിയും ഇതിനകത്ത് വളരെ ശ്രദ്ധാപൂർവമുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കട്ട പിന്തുണയും സപ്പോർട്ടും ഒന്നും വീണ ടിക്ക് ഈ വിഷയത്തിലില്ല. വീണ ടിക്ക് സമൻസ് വന്നാൽ വീണ ടി നേരിട്ടോണം എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയമായി പ്രതികരിക്കും, അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ്.